പലരും പലതും പലതും പറയും, പറയാത്തതു നാം എങ്ങനെ കേൾക്കും? കേൾക്കും കേൾക്കും കേൾക്കും. പലരും പലതും പലതും തിരയും, തിരയാത്തതു നാം എങ്ങനെ കാണും? പലരും പലതും പതിവായി അറിയും, അറിയാത്തതു നാം എങ്ങനെ പറയും? കണ്ടില്ല കേട്ടില്ല മിണ്ടില്ല ആരാരും. കണ്ടില്ല കേട്ടില്ല കേട്ടില്ല മിണ്ടില്ല ആരാരും. അല്ല സാറേ, ഇത് വഴിത്തർക്കമല്ലേ? ഇതാ രമേശന്റെ വീട്ടിലെ വഴിത്തർക്കായിരുന്നു. രമേശനും അളിയനാണ് കിടപ്പുറത്ത് താമസിക്കുന്ന സോമൻ. ഈ സോമൻ ഒരു 2 ലിങ്സ് വഴി വിട്ടാൽ മതി രമേശന് നടന്നു പോവാം. അത് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ സോമൻ രമേശന്റെ തലക്കെട്ടടിച്ചത്. തലക്കടിച്ചോ? വഴിയും സ്ഥലവും കൊടുത്തിട്ട് തലക്കെട്ടടിക്കുകയും ചെയ്ത്. എന്നിട്ട് അവര് കൂട്ടാടിയായില്ലേ? ആണോ? 2 വീട്ടിലും കൂടെ 12 പേര് ആശുപത്രിയില. ഇപ്പൊ വഴി നടക്കാൻ ആരുമില്ല. വഴി നടക്കാനാണില്ല, പക്ഷെ കേസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് പക്ഷെ വാസു സാറ് വന്നു കഴിഞ്ഞാലേ കറക്റ്റ്. അല്ല, സാറിനോട് പറഞ്ഞിട്ട് ഇതൊന്ന് എഴുതിക്കണം. ആ മെമ്പർ സിഎനെ വിളിച്ചിട്ട്. സാറേ, അവിടെ എന്തോ ഒരു ഇത് നടക്കുന്നുണ്ടല്ലോ. അച്ഛൻ്റെ ഒരു കാര്യം പറ്റില്ല. ഒരു വശപ്പശൊക്കെ തോന്നുന്നില്ലേ? ഡ്യുവൽ പേഴ്സണാലിറ്റി. കുറച്ച് ദിവസമായിട്ട് അത്ര ഡ്യൂട്ടിയിലൊന്നും ശ്രദ്ധയൊന്നും ഇല്ല. എവിടെയോ കുടുങ്ങിയിട്ടുണ്ടല്ലോ മീനുക്കുട്ടി. നോക്കിയാലോ? നാളെ പറയാം. ഞാൻ നോക്കട്ടെ? ഞാൻ പോയി നോക്കാം. ഒളിഞ്ഞു നോക്കാൻ സാറാ ബെസ്റ്റ്. അല്ല, സാറ് പോയി നോക്ക്. നോക്ക്, എനിക്കറിയാം. എത്തി നോക്കാം. മോശമല്ലേ? നോക്കണം. നോക്ക്. വയ്യ. അയ്യടാ. സാറേ സാറേ സാമ്പാർ. എന്താണ് സാറേ ഇത്? മനുഷ്യരെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. പേടിച്ചു പോയാ? സാറേ സാറേ സാമ്പാറേ. അതെ, മീനുക്കുട്ടി ഒരു പോലീസുകാരിയാണെന്നും ഇതൊരു പോലീസ് സ്റ്റേഷനാണെന്നൊക്കെ മറന്ന് ഉള്ള പരിപാടി വേണ്ട. സാറേ, ഞാൻ അത്യാവശ്യം ആരും ചെയ്തോണ്ടിരിക്കായിരുന്നില്ലേ? എന്താ അത്യാവശ്യം? ചാറ്റിംഗ് ആയിരുന്നില്ലേ? ചാറ്റിങ്ങോ? പിന്നെ അല്ലാതെ ഞാൻ ചാറ്റിംഗ് ഒന്നും അല്ല ചെയ്തോണ്ടിരുന്നത്. നമ്മുടെ മറ്റേ കേസില്ലേ, ആ കേസിന്റെ വക്കീലിനെ അതിന്റെ സംശയം ചോദിച്ച് ഞാൻ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. വക്കീലുമായിട്ട്? വക്കീലാണോ 3 ഉമ്മയും പിന്നെ ഒരു ലവ് ചിഹ്നം അയച്ചു കൊടുത്തത്? കാര്യം പറ, ഞങ്ങൾക്ക് മനസ്സിലായി. അത്യാവശ്യ കാര്യമായിരുന്നു സാറേ. ആരായിരുന്നു? സാറ് കണ്ടല്ലേ? ഞാൻ കണ്ടു. സത്യം പറ, ആളാരാ? എന്താ പേര്? സാറേ, അത് ഫെഡറിക് വില്യംസ് തോമസ്. അയ്യേ, മീനുക്കുട്ടിക്കൊരു സുരേഷ്, സുമേഷ്, അറ്റ്ലീസ്റ്റ് രാജേഷ് അവിടെ കൊണ്ട് നിർത്തണം. ഫെഡറിക്കൊക്കെ പെടലിക്കാവും, ഞാൻ പറഞ്ഞേക്കാം. സാറേ, ഹീസ് ഫ്രം അമേരിക്ക. ആണോ? അമേരിക്ക എന്നാ? വലിയ പുളിങ്കൊമ്പ. അപ്പൊ ഫെഡറിക്കൊക്കെ ആകാം കേട്ടാ. അല്ല, ഇതെങ്ങനെ സംഘടിപ്പിച്ച്? സാറേ, അതിനല്ലേ ഈ സോഷ്യൽ മീഡിയ, ഈ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതിൽ കൂടെയല്ലേ നമ്മൾ പുറമുള്ള ആൾക്കാരെ, പുറത്തുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുക. ആണോ? അല്ല, മീനുകുട്ടി ഇംഗ്ലീഷ് അറിയാവോ അതിന്? സാറേ, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വന്നൊന്നും സാർ അറിഞ്ഞില്ലേ?
അവിടെ നിന്ന് അച്ചായൻ ഇംഗ്ലീഷിൽ അയക്കും, ഞാൻ ഇവിടുന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇവിടുന്ന് ഞാൻ മലയാളത്തിൽ അയക്കും, പുള്ളിക്കാരൻ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ആ വലിയ മെനക്കേടാലേ, ഇത്തിരി പണിയൊക്കെ ഉണ്ട് അങ്ങാട്ട്. അല്ലാതെ ഇതിനു വേണ്ടി ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ പോകാൻ പറ്റുമോ? വേണ്ട, പഠിക്കാതും വേണ്ട. അപ്പൊ ഇനിയിപ്പോ അമേരിക്കക്ക് പോകാനുള്ള പരിപാടിയാണ്. ആ നോക്കുന്നുണ്ട്, കൊത്തി നോക്കുന്നുണ്ട്. പോവാൻ പറ്റിയാ പോവാം. ആണല്ലേ? എന്നിട്ട് വേണം നമുക്കും ഒരു വിസയൊക്കെ ആ, അതൊക്കെ ശരിയാക്കാം. ഞാൻ പോണില്ല, അല്ല വെറുതെ ഒന്ന്. എനിക്ക് ക്ലൈമറ്റ് പിടിക്കില്ല, അതുകൊണ്ടാണ്. ആണോ? ഇതൊക്കെ ഈ സാങ്കേതിക വിദ്യ ഇത്രയും അങ്ങോട്ട് ഡെവലപ്പ് ആയിരുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എൻ്റെ അടുത്ത് മൊബൈലൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. സാർ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്ത്. CA അറിയാതെ നോക്കിയാൽ മതി. അതെ അതെ. സാറിന്റെ അടുത്ത് പരാതി എഴുതി കൊടുത്തിട്ടില്ലേ? ഞാനിതിപ്പോ എത്ര തവണ കൊടുത്തു. അത് കുഴപ്പമില്ല, നടക്കും. അത് പ്രശ്നം. എനിക്ക് നീതി വേണം. എന്താണ് നീതി? നീതിയാ? ഒരു മിനിറ്റ്. ഒരു കാര്യം ചെയ്യോ, അകത്തൊരു സാറ് ഇരിപ്പുണ്ട്. ആ സാറിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ നീതി കിട്ടും കേട്ടോ. ചെല്ല് ചെല്ല്. അപ്പൊ എനിക്ക് നീതി കിട്ടൂല്ലോ. പിന്നെ അവിടെ നിൽക്ക്, നീതി അങ്ങോട്ട് തള്ളിക്കറി പോണേ. അല്ല, എനിക്ക് നിനക്ക് ഇവിടെ നീതി, അവർക്ക് അവിടെ നീതി കേട്ടോ. അവിടെ നിന്നാൽ മതി, കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു സ്ഥലത്ത് രണ്ട് നീതിയാണ്. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ നിന്ന്. ഈ കൂട്ടത്തിൽ ആരാണ് സാറേ നീതി കൊടുക്കണം? സാറേ നീതി കൊടുക്കണം. അതെ, തുല്യ നീതി കൊടുക്കാനാണ് 24 മണിക്കൂർ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം പറ. സാറേ എനിക്ക് നീതി കിട്ടണം. നീതിയൊക്കെ തരാം, ഇരുന്നിട്ട് കാര്യം സംസാരിക്കും. ഇതന്നെ ഈ ബാഗിനകത്ത് സ്നേക്സാ? ഓ സ്നാക്സ്. നിങ്ങൾ കാര്യം പറ. സാറേ എനിക്ക് നീതി വേണം. എന്തിനാണ് നീതി വേണ്ടെന്ന് പറ. എന്നെ എന്റെ ഭർത്താവ് ചതിച്ചു സാറേ. എന്താ അയാൾ ആരെങ്കിലും കൂടെ ഇറങ്ങി? ആ എന്നാ ഞങ്ങളുടെ കോളുടെ മുത്ത് തല്ലുപിടിക്കും. നിങ്ങൾ കാര്യം പറ. സാറേ എന്നെ എന്റെ ഭർത്താവ് വീട്ടിൽ കയറ്റണല്ലോ സാറേ. അത് നിങ്ങളെ അയാൾ വാതിലടച്ചിട്ടാ? അയ്യോ അതല്ല. അല്ല, അയാള് നിങ്ങളെ എങ്ങനെ ചതിച്ചെന്ന് പറ. ഞാൻ അങ്ങേരെ കല്യാണം കഴിച്ചു, ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ സാറേ. അയാളും അതായിരിക്കും ചെയ്തിരുന്നു. എന്നിട്ട് എനിക്ക് നീതി വേണം. കുറെ നേരമല്ല നീതി വേണം എന്ന് പറഞ്ഞിട്ടിരിക്കണത്. നീതി വേണം എന്നല്ലാതെ നിങ്ങൾ ആര് ചതിച്ചു, എന്തിനാണ് ചതിച്ചെന്ന് പറ. ചതി, വഞ്ചന, ഞാൻ ഉള്ളിടത്തോളം കാലം ഉല്ലാസപുരം സ്റ്റേഷന്റെ പരിധിയിൽ ഇതൊന്നും ഞാൻ അനുവദിക്കില്ല. ആട്ടെ, ആരെയാണ് ചോദിച്ചത്? സർ, ഇവരുടെ ഭർത്താവ് ചതിച്ചു എന്നാ പറയുന്നത്. ഓ, കണ്ടില്ല നിൽക്കണം. ഭർത്താവിന് എന്ത് ഭാര്യ, ഭാര്യക്ക് എന്ത് ഭർത്താവ്? 24 മണിക്കൂർ ഈ ഫോണിനകത്ത് കയറി കുത്തോട് കുത്തല്ലേ. ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട കാലം കഴിഞ്ഞ്. സാറേ സാറായിട്ട് എനിക്ക് നീതി മേടിച്ചു തന്നെ. ശരി, അതേക്ക് വാ. മീനൂട്ടി സത്യഭാമൻ പോലെ. അപ്പൊ ഭർത്താവ് നിങ്ങളെ വീട്ടിൽ കയറ്റുന്നില്ല, അതാണ് നിങ്ങളുടെ പരാതി. അതെ സാർ. അതെന്താ വീട്ടിൽ കയറ്റാത്തത്? അതാണ് സാറേ എനിക്ക് മനസ്സിലാവാത്തത്. ഒരു ഭർത്താവ് ഒരു ഭാര്യ ഒരു കാരണമില്ലാതെ വീട്ടിൽ കയറ്റാതിരിക്കുന്നതിനാ? ഒരു ഭർത്താവ് ഒരു ഭാര്യയല്ല സാറേ, എന്റെ ഭർത്താവ് എന്നെ എന്റെ വീട്ടിൽ കയറ്റണില്ല. അതെന്താണ് കാരണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സാറേ അങ്ങേർക്ക് എന്നെ മുടിഞ്ഞ സംശയ സാറേ. സംശയോ? എന്തിന്? എനിക്ക് ഇച്ചിരി സൗന്ദര്യം കൂടിപ്പോയി, അതെന്റെ തെറ്റാണോ സാറേ? അതുകൊണ്ട് ഞാൻ ഈ ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല. എനിക്ക് ആവശ്യത്തിലധികം സൗന്ദര്യം ദൈവം തന്നിട്ടുണ്ട്, പിന്നെ എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ സാറേ? ഇരിക്ക്. അപ്പൊ സംശയരോഗമാണോ? വേറെ എന്തെങ്കിലും കാരണം? വേറെ ഒരു കാര്യമില്ല സാറേ, ഞാനൊന്ന് പുറത്തിറങ്ങി അപ്പൊ സംശയം തുടങ്ങും. മടുത്ത് സാറേ എനിക്ക്. നിങ്ങളുടെ പേരെന്താ? ഹണിന സാറേ. ഇത് പണിയാവത്. എനിക്കെന്താ പണി? വീട്ടുപണിയാ സാറേ. വീട്ടിലെന്താ പണി? ചാറ്റിംഗ് ഒക്കെ ഉണ്ട്. ഭർത്താവ് എന്താ പണി? സെക്യൂരിറ്റിയാ. വെള്ളം അടിക്കോ? 24 മണിക്കൂറും വെള്ളം. ഞാനൊന്ന് എടുത്തൊരുങ്ങി പുറത്തു പോയാ അപ്പൊ തുടങ്ങും, നീ എവിടെ പോയി, എന്തിനു പോയി, ആരുടെ കൂടെ പോയി. മുടിഞ്ഞ സംശയ സാറേ, എനിക്ക് മടുത്തു. അല്ല, നിങ്ങൾ എന്താ ഈ ഉടുത്തൊരുങ്ങി എങ്ങോട്ടേ പോകുന്നത്? എന്റെ പൊന്ന് സാറേ, 24 മണിക്കൂർ നമ്മള് വീട്ടിൽ കുത്തിയിരുന്ന മടുക്കൂലേ. ഞാനൊന്ന് പുറത്തിറങ്ങും, ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, ചുറ്റിക്കറങ്ങി 5 മണിക്ക് ഞാൻ വീട്ടിലെത്തും. അത് ശരിയാ സാറേ. എത്ര നേരം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? ബോറടിക്കില്ലേ? അപ്പൊ നിങ്ങക്ക് മക്കളില്ലേ? ഓ ഉണ്ട് സാറേ, ഒരു മോനുണ്ട്. അവൻ ഫുൾ ടൈം ഓൺലൈൻ ക്ലാസ്സിലാ.
ഓൺലൈൻ ക്ലാസ്സിലാ? ആ അവൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. ബെസ്റ്റ്. 7ാം ക്ലാസ്സിൽ പഠിക്കണം, ഫുൾ ടൈം ഓൺലൈൻ ക്ലാസ്സിലാണ്. അപ്പൊ നിങ്ങൾ അവനെ ശ്രദ്ധിക്കാറില്ലേ? ഓ അവൻ മിടുക്കനാ സാറേ, അങ്ങേരെ പോലെയൊന്നും അല്ല. അവൻ അവന്റെ കാര്യം നോക്കാൻ നന്നായിട്ട് അറിയാം. എത്ര ദിവസമായി ഭർത്താവ് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട്? ഇന്നലെ തുടങ്ങിയ സാറേ. ഇതിനു മുമ്പ് പുറത്താക്കിയിട്ടുണ്ടോ? ആ ഇടക്കിടക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഞാൻ കരഞ്ഞ് കൈയും കാലും പിടിച്ച് അകത്ത് കയറി. പക്ഷെ ഇന്നലത്തെ കൊണ്ട് പണി പാളിപ്പോയി സാറേ. എന്തായാലും എത്ര ചെറിയ കാരണമായാലും സാറേ, ഒരു സ്ത്രീയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതൊന്നും അത്ര ശരിയൊന്നും അല്ല. അതെ സർ, അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ സർ? പിന്നെ അവനെതിരെ നമുക്ക് നടപടി എടുക്കണം. ആളിപ്പോ അവിടെ ഉണ്ടാവും. ഓ അങ്ങേരെ ഏതെങ്കിലും കടയുടെ മുമ്പിൽ നോക്കൂത്തിയായിട്ട് നിൽപ്പുണ്ടാവും സാറേ. അവനെ വിളിക്കാനുള്ള ഒരു പരിപാടി സർ. കേട്ടോ. ഇതോട്ട് തെളിയുന്നില്ലേ? നീ എങ്ങനെ തറവാട്ടിലേക്ക് ഇടിച്ച് കയറി പോകുന്ന പോലെ? സാർ കാണാൻ പറഞ്ഞിട്ട് സാർ. എന്താ നിന്റെ പേര്? എൻ്റെ പേര് സുധാകരൻ. ആഹാ, നീയാണ് സുധാകരൻ. അതെ സാർ. ചെല്ലി വേഗം ചെല്ലി, സാർ വെയിറ്റ് ചെയ്യാ. ചെന്ന് കയറി കൊടുക്ക്. ഈ ഫോൺ കാരണം എന്തെല്ലാം കേസുകളാ ഒരു ദിവസം വരുന്നത്. ആരാ? സുധാകരൻ. ആ സുധാരൻ വാ. സുധാരാ, തൻ്റെ ഭാര്യനെ താൻ വീട്ടിൽ കയറ്റുന്നില്ലെന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. സുധാരൻ എന്താ പറയാനുള്ളത്? എനിക്ക് വേറൊന്നും പറയാനില്ല സാറേ. അവരെ ഞാൻ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല. ഇവിടെ അവർ തൻ്റെ സ്വന്തം ഭാര്യയുള്ളൂ. ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമുണ്ടോ സാറേ? ഇവൻ ഈ പോലീസുകാരെ നന്നാവാൻ സമ്മതിക്കില്ലെന്നാ തോന്നുന്നത് സാറേ. സാറുമാര് ഞാൻ എന്നെ എന്ത് ചെയ്താലും വേണ്ടില്ല, എനിക്ക് അവരെ വേണ്ട സാറേ. ഇവൻ എൻ്റെ കൈ മേടിക്കും. സുധാകര, അവര് നിന്റെ ഭാര്യയില് നീ എന്തിനിങ്ങനെ സംശയിക്കണത്? സംശയം ഒരു കുറ്റാണോ സാറേ? സാഹചര്യങ്ങളല്ല സംശയം ഉണ്ടാക്കുന്നത്. എടാ, കള്ളും കുടിച്ച് സാഹചര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് നീയല്ലടാ. നിന്നൊന്നും ഇവിടെ അല്ല, ഡി അഡിക്ഷൻ സെന്ററിലാണ് കൊണ്ടുവരുന്നത്. എന്നാലാ നിന്റെയൊക്കെ കുടുംബം രക്ഷപ്പെടുള്ളൂ. സാറേ, ജനിച്ചിട്ട് ഇന്നവരെ ഞാൻ മദ്യം കുടിച്ചിട്ടില്ല. വീട്ടിൽ കള്ളുത്തുണ്ടായിട്ട് പോലും ഒരു തുള്ളി കള്ളു കൂടി ഞാൻ ഇന്നവരെ കുടിച്ചിട്ടില്ല സാറേ. എന്നിട്ട് നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങൾ കേട്ടത്. നീ മുഴുക്കുടിയനാണെന്നും നീ ഒരു സംശയരോഗിയാണെന്നുമാണല്ലോ അവര് പറഞ്ഞത്. എൻ്റെ ഭാര്യയെ സംശയിക്കാതിരുന്നതാ എൻ്റെ കുഴപ്പം. പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? നീ എന്തിനാണ് അവരെ വീട്ടിൽ കയറ്റാത്തത്? സുധാകര, സത്യമായിട്ട് പറഞ്ഞോ, അല്ലെങ്കിൽ നീ എൻ്റെ തനിക്കോണം അറിയും. അല്ല സാറേ, ഭാര്യ മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാ സാറേ? എന്താണ്? ആ സാറേ, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൈ പിടിച്ച് കയറ്റാൻ എന്നെ കൊണ്ടൊന്നാവില്ലേ സാറേ? ഞാൻ അത്ര വലിയ മഹാമനസ്കരൊന്നുമല്ല. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ആളുടെ കൂടെ പോയിട്ട് ആദ്യ പ്രതിയെ നീ കളിയുടെ കാര്യമാണ് പറഞ്ഞത്? അവള് ഹണിയല്ല സാറേ, കെണിയാണ്. സാറിന് സംശയം ഉണ്ടെങ്കിൽ അവളെ നേരിട്ട് വിളിച്ചു വയ്ക്കാം. ഞാൻ പറഞ്ഞ സത്യമാണ് സാറേ. അവളെന്നെ വിളിച്ച സർ, അതൊരു കയ്യബദ്ധം പറ്റിയ സാറേ. മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോണതാണോ കയ്യബദ്ധം? അയാൾ എന്നെ ചതിക്കായിരുന്നു സാറേ. അയാൾക്കെതിരെ സാർ കേസെടുക്കും. വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് വീട്ടിൽ കയറ്റാത്തതിന് ഭർത്താവിനെതിരെ കേസ്, കാമുകൻ സ്വീകരിക്കാത്തതിന് കാമുകനെതിരെ കേസ്. നിങ്ങളാള് കൊള്ളാലോ വേണ്ടുപിള്ളേ. ഒരു സീരിയലിനുള്ള സ്കോപ്പ് ഉണ്ടല്ലേ? അതെ സർ. നിങ്ങൾക്ക് തോന്നുമ്പോ ഇറങ്ങിപ്പോവാൻ, തോന്നുമ്പോ കയറി വരാം. ഇതെന്താ പരാതി പറയാൻ എന്താ അത്? അല്ല, നിങ്ങളെന്താ കേരള പോലീസിനെ കുറിച്ച് കരുതിയത്? ഞങ്ങൾ നിങ്ങളുടെ കയ്യിലെ കളിപ്പാവേണെന്നാ? നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെയൊക്കെ കേസെടുക്കാനായിട്ട്? സാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ്. എന്നെ വീട്ടിൽ കയറണം സാർ. അത് കൊള്ളാം. നിങ്ങൾ ക്ഷമിച്ചിട്ട് ഒരു കാര്യമില്ല. ക്ഷമിക്കേണ്ട ആളിരിക്കുന്ന സുധാകരനാണ്. സുധാരാ, എന്തു പറയാണ്? സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനവളെ വീട്ടിൽ കാണാൻ പ്രശ്നമില്ല സാറേ. വീട്ടിൽ കയറ്റുന്ന കാര്യമൊക്കെ അവിടെ വെക്കട്ടെ. നീ ആരുടെ കൂടെ പോയത്? അത് കൊള്ളാലോടോ ഈ മുതല്. നിഷ്കളങ്കമായി ചിരി കണ്ടോ സാറേ? എന്താടാ എന്റെ പേര്? നിന്നെ കണ്ടിട്ട് സുരേഷിന്റെ ഒരു ലുക്കൊന്നും ഇല്ലല്ലോടാ. ആശിഷായിട്ട് ബന്ധമുണ്ട്. കാരണം എന്ത് പറഞ്ഞാലും അവസാനം ഷേ വരും. പുക എന്തൊക്കെ അടിച്ച് കയറ്റിട്ടുണ്ടോ? അതേ ഉള്ളൂ. എവിടെന്നാ നിന്നെ കിട്ടിയത്? നമ്മുടെ മൃഗശാലയിൽ അതിന്റെ അപ്പുറത്തെ ആ ചിൽഡ്രൻസ് പാർക്ക് കിട്ടി. അവിടെ കിട്ടിയത് 14-15 വയസ്സുള്ള കുട്ടികളെ ചാറ്റ് ചെയ്തു എടുക്കാൻ. നീ നിൽക്കുന്ന സ്ത്രീനെ വിളിച്ചു വരുത്തിയിട്ട്
പിന്നെ നീ എന്താ കൂടെ കൂട്ടാത്തത്? എൻ്റെ സാറേ, എനിക്ക് ഭാര്യയും മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഉണ്ട്. വലിയ ഒരു കുടുംബം. അതിനകത്തേക്ക് ഇതിനെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല സാറേ. പിന്നെ നീ എന്തിനാണ് ഇവിടെ വിളിച്ചു വരുത്തിയത്? എൻ്റെ പൊന്ന് സാറേ, ഒരുപാട് പേരെ ചാറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. ഒരുത്തി ഇതുവരെ എൻ്റെ കൂടെ ഇറങ്ങി ഇത്ര പെട്ടെന്ന് ഇറങ്ങി പോരുന്നു വല്ലവരും പ്രതീക്ഷിച്ചോ സാറേ? ഇവൻ എന്നെ പറ്റിക്കായിരുന്നു സാറേ. നിനക്കെന്താടാ പണി? റിട്ടയർമെന്റ് ലൈഫാ സാറേ. അപ്പൊ അതിനു മുമ്പ് എന്തായിരുന്നു? ഒരു പണിയില്ല. ആ, ഒരു പണിയില്ലാത്തവർക്ക് പറ്റിയ പണിയാണ് ചാറ്റിങ്. കുറച്ച് വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി അങ്ങോട്ട് ഇരുന്നാ മതി. ഇതുപോലുള്ള സാധനങ്ങൾ വന്ന് വീഴും. പറ്റിപ്പോയി സാറേ. അത് തന്നെയാ നിനക്കും പറ്റിയത്. പറ്റിപ്പോയി. അവിടെ ചാരിയുന്നോ? എല്ലാം കഴിഞ്ഞിട്ട് പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവസാനം പണി മൊത്തം പോലീസിന്. നിന്നെ ശരിയാക്കി തരാം, നിന്റെ ചിരിയാൻ നിർത്തി തരാം. പറഞ്ഞ അങ്ങോട്ട് കൊണ്ടേ ഒറ്റ തീപ്പെട്ടി ജീവിതം മാറ്റി പറയാൻ പറ്റിയ ആളെയാണ് നീ കണ്ടെത്തിയത്. സുധാര വന്ന സുധാര, കാര്യം ശരി, നാറ്റക്കേസാണ്. ആത്മാഭിമാനമുള്ള ഒരു ഭർത്താവിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ഈ കാര്യം നാട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സുധാരണ നാണക്കേടല്ലേ? അത് മാത്രമല്ല, നിങ്ങൾക്കൊരു മോനുണ്ട്. അവൻ നാളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ അവനെ കളിയാക്കി കഴിഞ്ഞാൽ ആ വിഷമത്താൽ അവനെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതും പ്രശ്നമാവില്ല സുധാര. അതുകൊണ്ട് ഇപ്രാവശ്യത്തേക്ക് സുധാരണ അതങ്ങോട്ട് വിട്ടേരി. എടോ, ഞാനല്ലേ പറയണത്, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാലും അവൾ എന്നോട് ചെയ്തില്ല സാറേ. ഞാൻ ഇന്ന് വരെ അവൾക്കൊരു കുറവും വരുത്തിയിട്ടില്ല സാറേ. എടോ, താനീ പറയണത് അവളോടുള്ള സ്നേഹം കൊണ്ടാണ്, ശരിയല്ലേ? അതെ സാറേ, എനിക്കിപ്പോഴും അവൾ ഇഷ്ടമാണ്. ആ, ഇഷ്ടമുള്ളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ തെറ്റ് കണ്ടില്ല എന്നങ്ങോട്ട് വെച്ചേക്കണം. നമ്മളൊന്ന് ക്ഷമിച്ചേക്കണം. ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല സാറേ. ആ, ആണെങ്കിൽ വന്നേ. ഞാൻ സുധാരണയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇനി മുതൽ ഈ മൊബൈൽ ഫോണും ചാറ്റിങ്ങും ഒരുങ്ങിക്കെട്ടിയോ പുറത്തേക്കുള്ള പോക്കൊക്കെ അവസാനിപ്പിച്ച് സുധാകരൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റുമല്ല? എന്നാൽ രണ്ടുപേരും കൂടി ആ രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് വേറെ സ്ഥലം വിടാൻ നോക്ക്. വേണം, ഫോണും സോഷ്യൽ മീഡിയയൊക്കെ ആവശ്യത്തിന് നല്ലതാണ്. പക്ഷെ അത് തന്നെയായിപ്പോൾ ഒരു ജീവിതം. അങ്ങനെ വരുമ്പോൾ എളുപ്പത്തിൽ ചതിക്കുഴിയിൽ വീഴാനും പറ്റിക്കപ്പെടാനും സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുണ്ടെന്നല്ലേ പറഞ്ഞത്? അവൻ ഫുൾ ടൈം ഓൺലൈനിലാണെന്നല്ലേ പറഞ്ഞത്? അവനെ കൂടി ഒന്ന് ശ്രദ്ധിച്ചോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹകരിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ട് നീങ്ങിയാലുണ്ടല്ലോ ആ കുടുംബത്തിന് ഒരു ദൃഢത ഉണ്ടാവും. മനസ്സിലാവണ്ടോ പറയണത്? അപ്പോൾ കഴിഞ്ഞതെല്ലാം മറന്നിട്ട് രണ്ടുപേരും കൂടി സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ചെല്ല് സുധാരാ. അപ്പോൾ പറഞ്ഞതുപോലെ കേട്ടോ. മേലാലി ഒരു കേസായിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഓർമ്മേണ്ടല്ല? ശരി, പൊക്കോ. നല്ല ജോഡിയല്ലേ, നല്ല ചേർച്ചയുണ്ട് പോണ കണ്ടിട്ട്. നല്ല ചേർച്ചയാണ്, ഒന്നും പറയണ്ട. എന്തായി? ഒരു കണക്കിനാണോ ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഈ പെണ്ണുങ്ങൾ വരച്ചു വെക്കണ ഓരോ പൊല്ലാപ്പുകളെ ചുമ്മാ വീട്ടിലിരുന്നോണ്ട് ഫോണെടുത്ത് കുത്തിക്കളിയാണെന്നേ. എന്നിട്ട് കളിച്ച് ചാറ്റ് ചെയ്ത് അവസാനം കെട്ടിയതിനെയും മകനെയും വേണ്ട ഒരുത്തന്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവളറിയണം അവന് പ്രാന്താണെന്ന്. പ്രാന്തന്റെ കൂടെയാണ് അവള് ചാറ്റ് ചെയ്തിട്ട് ഇറങ്ങിപ്പോയത്. ഭ്രാന്ത് മാത്രമല്ല, എനിക്ക് പറഞ്ഞാൽ അവന് പേപ്പട്ടിയും കളിച്ചിട്ടുണ്ട്. അതേപോലെ കിടന്നാണ് അവൻ കിടന്ന് കാണിക്കണത്. പുക അടിച്ച് കയറ്റിയിട്ട്. സാറ് ഒന്നിപ്പിച്ച് വിട്ടില്ലേ? ഒന്നും പറയണ്ട. തിരിച്ചു ചെല്ലുമ്പോൾ അവളുടെ കെട്ടിയാൻ അവളെ സംഭവിക്കുമോ? എടുക്കുവോ? ഞാൻ അവന്റെ കൈയും കാലം പിടിച്ച് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അവനൊരു മാന്യനായതുകൊണ്ട് കൊണ്ടുപോയി. അതെ. അത് സാറേ, അത്
വേറൊരു കേസ് കൂടിയുണ്ട്, സാറൊന്ന് ഇടപെടേണ്ടി വരും. അതേത് കേസ്? നമ്മുടെ കുടുംബത്തും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കുടുംബത്താ? അതാരാണ്? അയ്യോ സാർ, ഞാനല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കണ്ടാ? മിനുക്കുട്ടി, കുറെ ദിവസമായി ചാറ്റിങ് തുടങ്ങിയിട്ട്. അതെ. പിന്നെ ആരാശി? നമ്മുടെ നാട്ടുകാരൊന്നും അല്ല, അമേരിക്കക്കാരൻ. ഓ, അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. ആഹാ. പേരെന്താ? പേര് അത് വലിയ പേരാ സാറേ. നമുക്കൊക്കെ ഒരു പേരില്ലല്ലോ സാറേ. ഇയാൾക്ക് 3 പേരുണ്ട്, സാഗർ, എലിയാസ്, ജാക്കി എന്നൊക്കെ പറയുന്ന പോലെ. മീനുക്കുട്ടി ആ പേരൊന്ന് പറഞ്ഞു കൊടുക്ക്. സാറേ, സുന്ദരൻ, സുമുഖൻ, വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഹീസ് ഫ്രം അമേരിക്ക. വില്യം ഫെഡറിക് തോമസ്. എന്തോ എന്നെ വിളിച്ചോ? ഹീസ് ഫ്രം അമേരിക്ക, വെൽ എഡ്യൂക്കേറ്റഡ്, സുന്ദരൻ, സുമുഖൻ. ചെറിയൊരു കുഴപ്പമില്ല, ഭ്രാന്താണെന്ന് മാത്രം. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനിയാരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനിയാരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനിയാരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ.